പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ബഹളത്തോടെ തുടക്കം. പഹൽഗാം ഭീകരാക്രമണം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ 2 മണിവരെ പിരിഞ്ഞു. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർസ് ചേരുന്നു. ആന്റണി, 12 മണിവരെ സഭ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ വീണ്ടും ലോക്സഭ 2 മണിവരെ പിരിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും വർഷകാല സമ്മേളനത്തിന് ബഹളത്തോടെ പാർലമെന്റിൽ ഇപ്പോൾ തുടക്കമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോക്സഭയിൽ രാവിലെ സഭാ നടപടികൾ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷം ഈ പഹൽഗാം ഓപ്പറേഷൻ സിന്ദൂർ എന്നീ വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നും പ്രധാനമന്ത്രി പ്രസ്താവന നടത്തണമെന്നും ആവശ്യപ്പെട്ട് രംഗത്തെത്തി. രാവിലെ തന്നെ ഇക്കാര്യത്തിൽ അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ അത് സ്പീക്കർ അനുവദിച്ചിരുന്നില്ല. പിന്നീട് ഈ അംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കി സ്പീക്കറുടെ ചെയറിനടുത്തേക്ക് വരെ എത്തി നടുത്തളത്തിലിറങ്ങിയും പ്രതിഷേധം തുടർന്നു. ഇതിനിടെ അംഗങ്ങൾക്ക് സ്പീക്കർ ഓം ബിർള മുന്നറിയിപ്പും നൽകി. സഭയുടെ ചട്ടവും മര്യാദയും അനുസരിച്ച് പ്രവർത്തിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയെങ്കിലും സഭാംഗങ്ങൾ വഴങ്ങാൻ തയ്യാറായില്ല. പിന്നീട് സഭ 12 മണിവരെ നിർത്തിവെക്കുകയാണ് ചെയ്തത്. അതിനുശേഷം വീണ്ടും 12 മണിക്ക് സഭാ നടപടികൾ തുടങ്ങിയപ്പോഴും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നു. ജഗദാംബിക പാലാണ് സ്പീക്കറുടെ ചുമതല വഹിച്ചിരുന്നത്. പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഉറച്ചു നിന്നതോടുകൂടി വീണ്ടും സഭ 2 മണിവരെ പിരിയുകയാണ് ചെയ്തത്. രാജ്യസഭയിൽ നേരത്തെ സി സദാനന്ദൻ അടക്കമുള്ള പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടന്നിരുന്നു. അതിന് പിന്നാലെ രാജ്യസഭയിലും പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തി. അവിടെയും പ്രതിപക്ഷവും ചെയർമാനും തമ്മിൽ ചെറിയ രീതിയിലുള്ള വാക്കുതർക്കമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യവും ഉണ്ടായി. അങ്ങനെ രാജ്യസഭയും 12 മണിവരെ പിരിഞ്ഞു. ഇപ്പോൾ രാജ്യസഭയിൽ നടപടികൾ സാധാരണ നിലയിൽ തുടരുന്നുണ്ട്. അവിടെ ഇപ്പോൾ നേരത്തെ വ്യോമയാന മന്ത്രി അഹമ്മദാബാദ് ദുരന്തത്തിൽ പ്രസ്താവന നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ലോക്സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 മണിക്കാണ് ഇനി സഭ ചേരുക. അതേസമയം ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമെന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിൽ ശശി തരൂരും പങ്കെടുത്തു എന്നുള്ളതാണ് ഏറ്റവും മറ്റൊരു കാര്യം. കാരണം നേരത്തെ കോൺഗ്രസിന്റെ അടിയന്തരാവസ്ഥയടക്കം വിമർശിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തുകയും ഒക്കെ ചെയ്തത് വലിയ വിവാദമായിരുന്നു. ഏതായാലും ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ പ്രതിഷേധത്തിൽ ശശി തരൂരും പങ്കെടുത്തിട്ടുണ്ട്. ശ്രീ ആന്റണി, ഈ ഒരു സമ്മേളനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും പ്രധാനമന്ത്രി ഈ തുടക്കം മുതൽ തന്നെ ഈ പഹൽഗാം അടക്കമുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം ഉയർത്തുമെന്ന് അറിയാമായിരുന്നത് കൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായി തന്നെ ഒരു മറുപടി പ്രധാനമന്ത്രി അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുള്ള ഒരു മാധ്യമങ്ങളോടുള്ള ഒരു അഭിസംബോധനയാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പ്രധാനമന്ത്രി ആ ഘട്ടത്തിലൊക്കെ പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂർ 100% നേട്ടം കൊയ്തു. ഇന്ത്യയുടെ സൈനിക ശക്തി എന്താണെന്നുള്ളത് ലോകത്തിനെ വെളിപ്പെടുത്താനായി ഇതിലൂടെ സാധിച്ചു. മാത്രമല്ല ഈ തീവ്രവാദം ഇല്ലാതാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. പാകിസ്ഥാന്റെ ഭീകരവാദ സമീപനം തുറന്നു കാട്ടാൻ ഇന്ത്യക്ക് സാധിച്ചു. രാജ്യം സാമ്പത്തിക ശക്തിയായി വളർന്നു. വിലക്കയറ്റവും അതുപോലെ തന്നെ പണപ്പെരുപ്പവും ഒക്കെ കുറയ്ക്കാൻ സാധിച്ചു എന്നതടക്കമുള്ള നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുള്ള ഒരു അഭിസംബോധനയാണ് പ്രധാനമന്ത്രി നടത്തിയത്. ശരി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ബഹളത്തോടെ തുടക്കം. പഹൽഗാം ഭീകരാക്രമണം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ 2 മണിവരെ പിരിഞ്ഞു. ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്.